Hello, this is Mon Kitty. Welcome back to my channel. ഇന്ന് നമ്മളൊരു DIY സ്കൾപ്ചർ ചെയ്യാൻ പോവാണ്. യൂഷ്വലി ക്ലേ ആണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇന്ന് പക്ഷേ നമ്മൾ കാർഡ്ബോർഡ് യൂസ് ചെയ്ത് ഒരു സ്കൾപ്ചർ ചെയ്യാൻ പോവാം. ഇത് ക്ലേ വീട്ടിലില്ലാത്തവർക്കും ക്ലേ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്കും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. കുറച്ച് കാർഡ്ബോർഡ് പീസസും ഫെവിക്കോൾ അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ ഗണ്ണും പിന്നെ കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസും മാത്രമേ ഇത് ചെയ്യാൻ ആവശ്യമുള്ളൂ. അത്യാവശ്യം കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്കൾപ്ചർ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബേസിക് റഫ് സ്കെച്ച് അതിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ റഫ് സ്കെച്ച് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫ്രീ ഹാൻഡാണ് വരയ്ക്കുന്നതെങ്കിൽ സിമെട്രിക്കലായിട്ട് വരാൻ ശ്രദ്ധിക്കുക. അതായത് രണ്ട് സൈഡിലും ഈ ടേർട്ടിലാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പം അതിൻ്റെ രണ്ട് സൈഡിലെ കാലും കൈയൊക്കെ ഒരേപോലെ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫ്രീ ഹാൻഡ് ചെയ്യുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് കോളംസ് ഒക്കെ വരച്ച് ഒരു ഗ്രിഡ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ സിമെട്രിക്കലായിട്ട് വരയ്ക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. സ്വന്തം ഇമാജിനേഷനിൽ നിന്ന് വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്യുക. ഇല്ലാത്തവരെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് ഫോട്ടോസ്, അതായത് റിയൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് വരയ്ക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം നമ്മൾ സ്കൾപ്ചർ ചെയ്യുന്നത് കൊണ്ട് എല്ലാ സൈഡും സിമെട്രിക്കലായിട്ടും റിയൽ ആയിട്ടുള്ള ആനിമലിൻ്റെ ഫീച്ചേഴ്സൊക്കെ കറക്റ്റായിട്ട് വരാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. കാരണം ഇത് നമ്മളുടെ ഒരു റെഫറൻസിന് വേണ്ടിയാണ് ഈ ഉള്ളിലെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വരയ്ക്കുന്നത്. ഈ ടേർട്ടിലിനെ നമ്മളിനി മേളിലേക്ക് വേറെ കാർഡ്ബോർഡ് പീസസ് ഉപയോഗിച്ച് ബിൽഡ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു കാൽക്കുലേഷന് വേണ്ടി മാത്രമുള്ള ഡീറ്റെയിൽസ് വരച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഒരു നൈഫ് അല്ലെങ്കിൽ സിസേഴ്സ് ഉപയോഗിച്ച് കെയർഫുള്ളായിട്ട് ഈ ഷേപ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ടേർട്ടിലിൻ്റെ സ്കെലിട്ടൺ നമ്മൾക്ക് ഉണ്ടാക്കണം. അതായത് 3D ആയിട്ട് വരുന്ന പോലെ സ്കെലിട്ടൺ ചെയ്യണം. അതിനായിട്ട് വേറെ കുറച്ച് കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ട് വെർട്ടിക്കലായിട്ട് മെഷർ ചെയ്തതിന് ശേഷം വെർട്ടിക്കലായിട്ടുള്ള പീസസ് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ ടേർട്ടിലിൻ്റെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും കാലുകൾ കുറച്ചും കൂടി തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് അതേ മെഷർമെൻറ്റിൽ കുറച്ച് പീസസ് എടുത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 2 ഷീറ്റ്സ് ഓഫ് കാർഡ്ബോർഡ് ആയത് കാരണം നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ആ വെർട്ടിക്കൽ പീസ് മിഡിലിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്കൊരു ഡബിൾ ലെയർ ആയിട്ട് കാർഡ്ബോർഡ് ചെയ്തതിന് ശേഷം ഒട്ടിക്കാവുന്നതാണ്. കാരണം ഇതായിരിക്കും നമ്മുടെ ടേർട്ടിൽ സ്കൾപ്ചറിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് കുറച്ച് ഫോഴ്സൊക്കെ താങ്ങുന്നത് പോലെ ഹാർഡായിട്ടുള്ള പീസായിരിക്കണം മിഡിൽ വെക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ടേർട്ടിലിൻ്റെ ഷെല്ലൊന്നും ഉണ്ടാക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് തിന്നായിട്ടുള്ള കുറച്ച് കാർഡ്ബോർഡ് പീസസ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ, അതായത് ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നതായിരിക്കും എളുപ്പം. കാരണം ഫെവിക്കോള് സ്റ്റിക്കാവും, പക്ഷേ അത് ഡ്രൈ ആവാൻ കുറച്ച് സമയമെടുക്കും. ഇനി ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഫെവിക്കോൾ യൂസ് ചെയ്യുക കേട്ടോ. കുറച്ച് നേരം ഒന്ന് പിടിച്ച് വെക്കേണ്ടി വരും അത് ഡ്രൈ ആവുന്നവരെ. അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്യുന്ന പോലെ ഹാഫ് മാത്രം സ്ട്രിപ്സ് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ കോട്ടണോ ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണം. കുറച്ചധികം പ്രഷർ ഉപയോഗിച്ച് തന്നെ ഉള്ളിൽ നല്ല പോലെ ജാം പാക്ഡായിട്ട് ന്യൂസ് പേപ്പർ പീസസ് കട്ട് ചെയ്ത് കയറ്റി വെച്ച് കൊടുക്കുക. കാരണം ഇതാണ് നമ്മുടെ ടേർട്ടിൽ ഷെല്ലിൻ്റെ ഷേപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. നമ്മൾ ഇതിൽ കുറച്ച് ഫില്ലിങ്സ് മാത്രം വെച്ച് കഴിഞ്ഞാൽ പെയിൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കൊളാപ്സ് ആയി പോകും. അതായത് ഈ ആമയുടെ തോടിൻ്റെ ഷേപ്പ് കിട്ടാതെ വരും. അതുകൊണ്ട് നല്ല പോലെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യുക ന്യൂസ് പേപ്പർ. ഇനി തലയുടെ ഭാഗത്തും അതേപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് കാർഡ്ബോർഡ് സ്ട്രിപ്സ് ഒട്ടിച്ച് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കൾപ്ചറിൻ്റെ ഒരു ഏകദേശം ഷേപ്പ് വന്നിട്ടുണ്ടാവും.
അതിനുശേഷം ഒരു ക്ലോത്തിൻ്റെ ടേപ്പ് എടുത്തിട്ട് ഇത് മൊത്തം ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ പല പല ലെയറിലിരിക്കുന്ന സ്ട്രിപ്സ് ഓഫ് കാർഡ്ബോർഡ് എല്ലാം ഒറ്റ ലൈനിൽ സ്മൂത്തായിട്ട് കിട്ടും. ഓഫ് ക്യാമറയിൽ ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു കേട്ടോ, എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊരു വെറ്റ് ക്ലോത്ത് വെച്ച് നല്ലപോലെ സ്മൂത്തൻ ചെയ്തതിന് ശേഷം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ഒരു കാർവിംഗ് ടൂൾ ഉപയോഗിച്ച് ഞാൻ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആമയുടെ ബോഡിയിൽ വരുന്ന ഡീറ്റെയിൽസൊക്കെ കാർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആക്ച്വലി ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇടാതെ ആ ടേപ്പിന് മുകളിൽ തന്നെ നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് സ്കൾപ്ചർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ തോടിലെ ഓരോ കോളംസും പിന്നെ ഇതിൻ്റെ ഫിന്നിലുള്ള ഡീറ്റെയിൽസൊക്കെ ഒരു റിയൽ ആമയുടെ അതേ ലുക്ക് നിങ്ങൾക്ക് തരും പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചും ടേപ്പിൻ്റെ മുകളിൽ ഇതേപോലെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെയിൻറ്റിങ് ആണ്. ഞാൻ ഇതൊരു ഡീപ് സീ ടർട്ടിലിനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നെറ്റിൽ നിന്ന് റിയൽ ഡീപ് സീ ടർട്ടിൽസിൻ്റെ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് ആ റെഫറൻസ് നോക്കിയാണ് ഞാൻ കളേഴ്സ് പെയിൻറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് റാൻഡമായിട്ട് ആക്ച്വലി പെയിൻറ്റ് ചെയ്യാം, പക്ഷേ ഒരു റെഫറൻസ് ഫോട്ടോ ഉണ്ടെങ്കിൽ ശരിക്കും ആ ഒരു ആമയുടെ കളറ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യാതെ ടേപ്പിന് മുകളിൽ പെയിൻറ്റ് ചെയ്യുന്നവർ മിനിമം ഒരു 1-2 ലെയർ വൈറ്റ് പെയിൻറ്റ് അടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ നമുക്കൊരു വൈബ്രൻ്റ് ആയിട്ട് കളേഴ്സ് അതിന് മുകളിൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആ ടേപ്പിൻ്റെ ഒരു യെലോയിഷ് കളറ് ബാക്ക്ഗ്രൗണ്ടിൽ വരും, അത് കാണാൻ അത്ര ഭംഗിയുണ്ടാവില്ല. പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലെയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ല തിക്നെസ്സിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. എനിക്ക് ചില പാർട്സിലൊക്കെ തിക്നെസ് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പ്രഷർ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുമ്പോൾ തിന്നായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇങ്ങനെ ലെയറായിട്ട് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. ഈ കടലാമകളുടെ തലയും കൈയും കാലും ശ്രദ്ധിക്കുവാണെങ്കിൽ ഇതിൽ ഒത്തിരി ഡീറ്റെയിൽസും ഒത്തിരി കളേഴ്സും ഉണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് കഷ്ടമുള്ള പരിപാടിയായിരുന്നു. അത് കാരണം യെല്ലോ കളറും ഗ്രീൻ കളറും കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത്, അതായത് വാട്ടർ ഇട്ട് നല്ല പോലെ ഡൈല്യൂട്ട് ചെയ്ത് അത് വെച്ച് 2-3 ലെയർ പെയിൻറ്റ് കൊടുത്തതിന് ശേഷമാണ് മുകളിലുള്ള ഡീറ്റെയിൽസ് ഞാൻ ചെയ്യുന്നത്. ഐൻ്റെ ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ വരച്ചതിന് ശേഷം കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുവാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ ബോഡിക്ക് മാച്ച് ചെയ്യുന്ന പോലെ പെയിൻറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ ടേർട്ടിൽ സ്കൾപ്ചർ റെഡിയായി കഴിഞ്ഞു. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അയ്യോ ഇതിന് കട്ടിയില്ലല്ലോ എന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല, ഇത് നല്ല സ്റ്റേഡിയാണ്. നിങ്ങൾക്ക് വാളിലൊക്കെ വാൾ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഷെൽഫിൽ വെക്കാം. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സയൻസ് പ്രോജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലൊരു ഐഡിയ ആണിത്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ക്രീച്ചേഴ്സിനെയോ അനിമൽസിനെയോ ബേർഡ്സിനെയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഒട്ടും എക്സ്പെൻസീവ് അല്ലാത്ത റോ മെറ്റീരിയൽസ്, അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സൂപ്പർ ക്രാഫ്റ്റാണ്, ഒരു ഡെക്കോർ പീസുമാണ്. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇനിയും ഇതേപോലെ അടിപൊളി ക്രാഫ്റ്റ്സ് കാണണമെന്ന് ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.